സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സാജിദ്, മണിക്കൂറുകൾ പിന്നിടുന്നു, സമയം മുന്നോട്ട് പോകുന്തോറും ആശങ്ക കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പകൽ വെളിച്ചം നിലയ്ക്കുന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കും. കാലാവസ്ഥയും മോശമായി വരുന്നു. വൈകുന്നേരങ്ങളിൽ സാധാരണ അവിടെ മഴ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ധന്യ, ഇപ്പോഴും ഈ തെരച്ചിൽ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നേരത്തെ ഈ മുകളിൽ ഉരുൾപൊട്ടിയതായൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി, ഇതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി തിരച്ചിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ NDRF സംഘവും അതുപോലെ തന്നെ സൈന്യവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ പുഴയ്ക്ക് അടുത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി ഈ തിരച്ചിൽ പുനരാരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ്. അതായത് ഈ അപകടം നടന്ന പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തുക, മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. NDRF സംഘം ഈ പാലം നിർമ്മിച്ച്, താൽക്കാലികമായി പാലം നിർമ്മിച്ച് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കം തുടങ്ങുന്നതിനിടയിലാണ് വീണ്ടും മലവെള്ളപ്പാച്ചിലുണ്ടായത്. രക്ഷാപ്രവർത്തകർ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന് അതുകൊണ്ടാണ് നിലവിൽ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ വീണ്ടും തുടരും. നിലവിൽ ഇവിടെ മഴ വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഈ വനത്തിനകത്ത് മഴ തുടർന്നു കഴിഞ്ഞാൽ അത് ഏത് സമയത്തും വലിയ തോതിൽ പുഴയിലൂടെ വെള്ളം വരും. ഇപ്പോൾ പുഴ മാത്രമല്ല ഉള്ളത്, മറിച്ച് ഈ പുഴ ഗതിമാറി ഒഴുകി പുതിയൊരു പുഴ രൂപപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിൽ 63 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി സ്ഥിരീകരിക്കുന്നത്. സാജിദ്, അവിടെ ഈ ഇത് ഒറ്റപ്പെട്ടൊരവസ്ഥയുണ്ടല്ലോ. കാരണം ഈ പാലം ഒലിച്ചു പോയതുകൊണ്ട് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. അവിടെ ആളുകൾ 250 പേര് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും മറുകരയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായി ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് സംഘമൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊരു ബദൽ സംവിധാനം ഒരുക്കുന്നതിലേക്ക് കടന്നിട്ടുണ്ടോ? വലിയ കുത്തൊഴുക്കാണ്, വീണ്ടും ഉരുൾപൊട്ടൽ എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ തുടങ്ങാൻ സാധിക്കുമോ ഇപ്പോൾ? ഏറ്റവും ആശങ്കയായി നിലനിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കാരണം ഇവിടെ അതിശക്തമായ മഴയില്ല, പക്ഷെ അത് ഒരുപക്ഷെ ഈ മലമുകളിൽ മഴ പെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിന്റെ നിറം മാറി വലിയ തോതിൽ വെള്ളം കുത്തി ഒഴുകി വരുന്നത്. ഇനി ചെയ്യാനുള്ളത് NDRF ഈ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് ആ പാലത്തിന്റെ മറുകര എത്തി ഈ ആളുകൾ, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആളുകൾ മണ്ണിനടിയിലും മറ്റും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി രക്ഷപ്പെടുത്തണം. അത് ഈ ആളുകൾ പോവുകയും അതിനു വേണ്ട സാധന സാമഗ്രികൾ എത്തിക്കുകയും വേണം. അതിനുള്ള ഒരുക്കത്തിനിടയിലാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചു. നിലവിൽ എന്തായാലും കാലാവസ്ഥ അനുകൂലമായി വരുന്നുണ്ട്. പക്ഷെ അത് എത്ര സമയം ആ രീതിയിൽ കാലാവസ്ഥ നിലനിൽക്കും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. നിലവിൽ എന്തായാലും ഈ പൂർണ്ണതോതിൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കാനോ രക്ഷാപ്രവർത്തനം തുടങ്ങാനോ കഴിഞ്ഞിട്ടില്ല.